വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രാർത്ഥനകൾ വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ഓൺലൈൻ വഴിയായാലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബിലൂടെയും എല്ലാം പ്രചരിക്കപ്പെട്ട് വർദ്ധിച്ചു വരികയാണ്. ഏത് പ്രാർത്ഥിക്കണം, എന്തു പ്രാർത്ഥിക്കണം എന്ന് ഇപ്പോഴാകെ വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുടെ ഇടയിൽ കൺഫ്യൂഷനാണ്. കാരണം ഇഷ്ടം പോലെ പ്രാർത്ഥനാ രീതികൾ, ശൈലികൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അങ്ങനെ പ്രാർത്ഥനകൾ വർദ്ധിച്ചു വരുന്നു. അതുകൂടാതെ പല പല ടീമുകളും പല സഭകളും അവരുടേതായ വിധത്തിൽ പ്രാർത്ഥനകൾ, പുതിയ പുതിയ പ്രാർത്ഥനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്ത് ഏതാണ് ശരിയായ പ്രാർത്ഥന, കൃത്യമായ പ്രാർത്ഥന എന്താണ്, ഫലദായകമായ പ്രാർത്ഥന ഏതാണ്, ഏത് പ്രാർത്ഥനയാണ് ദൈവത്തിന് അനുയോജ്യമായത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു വലിയൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സംജാതമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അവസരത്തിൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ക്രിസ്തുവിലേക്കാണ് നോക്കേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹ കൂടെ നമ്മളെ പല വിധത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടാൻ. പൗലോസ്ലീഹ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. അപ്പം നമുക്ക് മുൻപേ ഓടിയ വ്യക്തിയാണ് പൗലോസ്ലീഹ. നമുക്കൊരു ആഹ്വാനം നൽകിയിട്ടുണ്ട്, ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടാൻ. അപ്പോൾ ഓട്ടക്കാരായ നമ്മൾ ഈ വിശ്വാസ ജീവിതമാണ് ഓട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം, ഈ വിശ്വാസ ജീവിതം നമ്മൾ എപ്പോഴും നമ്മുടെ ഡെസ്റ്റിനേഷൻ യേശുവായിരിക്കണം, ഫോക്കസ് യേശുവായിരിക്കണം, വഴി യേശുവായിരിക്കണം. അപ്പോൾ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോ വിശ്വാസികളും ഓടാൻ, അല്ലെങ്കിൽ ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഏത് കാര്യത്തിലും എപ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് യേശുവിലാണ്, മറ്റാരിലുമല്ല. പൗലോസ്ലീഹ പോലും ആശ്രയിച്ചതാരാ? യേശുവില. പത്രോസ്ലീഹ ആശ്രയിച്ചതാരാ? യേശുവിലാണ്. പരിശുദ്ധ മറിയം ആശ്രയിച്ചതാരാ? യേശുവിലാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിതം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തയാണ് ആളാണ് പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ട് ഓരോ ദൈവമക്കളും എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിലും ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കണം, അവനിലേക്ക് ഫോക്കസ് ചെയ്യണം. കാരണം യേശുവിൽ ഫോക്കസ് ചെയ്ത് ദൈവാത്മാവിനാൽ ഉടലെടുത്ത പരിശുദ്ധ സഭ അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാര് ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു,
ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന വിഷയം അല്ലെങ്കിൽ ചിന്താ വിഷയം എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ച അത്ഭുത പ്രാർത്ഥനയെക്കുറിച്ചാണ്. യേശു പഠിപ്പിച്ച അത്ഭുത പ്രാർത്ഥന. കാരണം യേശു എപ്പോഴും രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. പകലെല്ലാം സുവിശേഷ വേല ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഒട്ടനെ വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് മലമുകളിലോട്ട് പോയി അവിടെ പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരുടെ കൂടെ പലപ്പോഴും കിടന്നുറങ്ങിയിരുന്ന യേശു അതികാലത്തെ എഴുന്നേറ്റ് ശിഷ്യന്മാരെ അവിടെ മിണ്ടാതെ അവരെ എഴുന്നേൽപ്പിക്കാതെ പതുക്കെ എഴുന്നേറ്റ് അവൻ ദൂരെ മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം എപ്പോഴും ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടലായിരുന്നു. അല്ലെ കുറെ കാര്യങ്ങൾ അവിടെ അയ്യോ അയ്യോ ബാവേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നതോ കുറെ യാചനകളോ നാളത്തെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിരിക്കണം, നാളെ ഇന്നടത്ത് വചനപ്രഘോഷണം നടക്കുന്നുണ്ട്, 5,000 കൊടുക്കണം, കർത്താവ് നീ ഇടപെട്ട് റെഡിയാക്കിക്കോണം, ഇങ്ങനെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കലോ ഒന്നും ആയിരുന്നില്ല യേശുവിൻ്റെ. അവിടെ പ്രാർത്ഥന എന്നുദ്ദേശിച്ച് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ബന്ധമാണ്. ആ ബന്ധത്തെയാണ് അവിടെ പ്രെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവിടെ ഒരു പ്രെയർ, യേശു എപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ആര് കണ്ടു? ഈ ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കും ഒരു ആഗ്രഹം, ഇവർക്കും ഒരു കൊതി, ഞങ്ങൾക്കും ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം. മാത്രമല്ല യോഹന്നാൻ്റെ ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അറിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇവർ പറയുകയാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങളെ കൂടെ കർത്താവേ ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ നീ പഠിപ്പിക്കുക. ഏതൊരു മനുഷ്യനും അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണിത്, ഏറ്റവും നല്ലൊരു അറിവാണിത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണിത്. യേശുവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ആരോട് ചോദിക്കണം? യേശുവിനോട് ചോദിക്കണം. ആരോടാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ചോദിക്കണം, ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കണം. വേറെ ആരോടും അല്ല ചോദിക്കേണ്ടത്. നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് തന്നെ ചോദിക്കണം, ദൈവമേ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. മനസ്സിലായോ? വേറൊരാൾ പറഞ്ഞല്ല നമ്മൾ അറിയേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനോട് ഇവർ പറയുകയാണ്, യേശുവെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശു എപ്പോഴും ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, ഈ വണ്ണം ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് യേശു ഒരു പ്രാർത്ഥന അവരെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. അത് യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. ഏതാണ് പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഈ പ്രാർത്ഥന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്. കാരണം യേശു അങ്ങനെയാണ് ദൈവത്തെ പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അദൃശ്യനായി നിൽക്കുന്ന, അഖിലേണ്ടത്തിൻ്റെ ഉടയവനായി നിൽക്കുന്ന ആ ദൈവം മക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിതാവാണ്. നാട്ടുകാർക്ക് മുഴുവൻ, രാജ്യത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും രാജാവായിരിക്കാം, അല്ലേ? രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും ആ രാജാവാണ്, വലിയൊരു അധികാരിയാണ്, നാടുവാഴിയാണ്. പക്ഷെ ആ രാജാവിൻ്റെ മക്കൾക്ക്, രാജ്ഞിക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ രാജകീയ കുടുംബത്തിലെ ആ മക്കൾക്ക്, ആ കുടുംബത്തിലുള്ളവർക്ക് ആരാ?
നാട്ടുകാർക്ക് മുഴുവൻ രാജാവാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അപ്പനാണ്, പിതാവാണത്. ഇതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, സർവശക്തൻ നമ്മുടെ പിതാവാണ്. ആ പിതാവെന്ന പദവിയിലേക്ക് മാമോദീസായിലൂടെ നമ്മൾ ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കണം. വിളിക്കാൻ യേശു നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന ലോകത്തിൽ കിട്ടാനിട്ടുണ്ടോ? ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമേലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ത്രിത്വത്തിലെ രണ്ടാമനായ ദൈവമായ യേശു നേരിട്ട് ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച, സഭയെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഇതിനെ വെല്ലാൻ വേറെ ഏതെങ്കിലും പ്രാർത്ഥനകളുണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ വെല്ലുന്ന പ്രാർത്ഥന ഏതെങ്കിലും വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏത് ധ്യാന ഗുരുക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടോ? ദൈവം എന്നെ പ്രചോദിപ്പിച്ച് കിട്ടി എന്ന് പറയുന്ന അനേകം പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിലുണ്ട്. വ്യക്തിപരമായി നമുക്ക് കിട്ടുന്നത്, പ്രാർത്ഥനയിലിരുന്ന സന്യാസിമാർക്ക് കിട്ടിയത്, ധ്യാന ഗുരുക്കന്മാർക്ക് കിട്ടിയത്, വിശുദ്ധന്മാർക്ക് കിട്ടിയ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ വെളിപ്പാടിലൂടെ വെളിപ്പെടുത്തി കിട്ടി എന്ന് പറയുന്ന അനേകം പ്രാർത്ഥനകൾ ഇന്ന് സഭയിൽ അനേകം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനകൾ എന്തുമായിക്കോട്ടെ, ഏത് പ്രാർത്ഥനയായിക്കോട്ടെ, വെളിപ്പാടുകളിലൂടെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കിട്ടിയ പല പ്രാർത്ഥനകളുമുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം യേശു പഠിപ്പിച്ച ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ അതിനുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണോ? അല്ല. അതിന് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒപ്പം വെക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയും വേറെ നിലവിൽ സഭയിലില്ല, നമുക്ക് കിട്ടാനില്ല. കാരണം ഇത് യേശു നമ്മളെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. ഇതിനേക്കാൾ പവർഫുള്ളായ ഒരു പ്രാർത്ഥന നമുക്ക് വേറെ കിട്ടാനില്ല. എന്നാൽ സങ്കടം പറയട്ടെ, ഈ പ്രാർത്ഥനയ്ക്ക് ഇന്ന് വിശ്വാസികൾ അതിന് തക്കതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? സഭയിൽ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പോലും യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയാണ് നമ്മൾ തുടക്കത്തിലും അവസാനവും ചെല്ലുന്നത്. 2 പ്രാവശ്യം ചെല്ലുന്നുണ്ട്. ആരാധനകളുടെ ആരാധനയായ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അതിനെ പരിപൂർണതയിലെത്തിക്കുന്ന വലിയ ഈ പ്രാർത്ഥന, യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. മറ്റു വ്യക്തിപരമായ വെളിപ്പാടുകളിലൂടെ കിട്ടിയ ഒരു പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയിൽ പോലുമില്ല. എന്നാൽ ഇന്ന് വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ അവർക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഈ പ്രാർത്ഥനയേക്കാൾ ഇഷ്ടം മറ്റു പല പ്രാർത്ഥനകളുമാണ്. എഴുതിയുണ്ടാക്കിയ, ദർശനത്തിലൂടെ കിട്ടിയ, വെളിപ്പാടുകളിലൂടെ നൽകപ്പെട്ട, പ്രത്യക്ഷപ്പെട്ട് കിട്ടിയെന്ന് പറയുന്ന പല പ്രാർത്ഥനകളുമാണ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചൊല്ലിക്കൂട്ടാനായിട്ട് ഇന്ന് പലർക്കും ആവേശമാണ്. അപ്പോൾ വ്യക്തിപരമായ വെളിപ്പാടുകളിലൂടെ കിട്ടിയ പല പ്രാർത്ഥനകളും അതിൽ ചിലതൊക്കെ സഭ അംഗീകരിച്ചിട്ടുണ്ട്, ചൊല്ലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ അതിനാണ് വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശ്വാസികൾ ചൊല്ലുന്നതും ചൊല്ലിക്കൂട്ടുന്നതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥന, ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രാർത്ഥനകൾ, എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ പുസ്തകത്തിൽ അടിച്ചു വരുന്ന പ്രാർത്ഥനകൾ ഒക്കെ
ഉണ്ടാകുന്നതിന് മുൻപ് ആദിമ ക്രൈസ്തവ സമൂഹം വളർന്നു വന്നത് എങ്ങനെയാണ്? ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും അവർ വളർന്നു വരിക ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അവരെ പ്രാർത്ഥിക്കാൻ, ആത്മാവ് അവരെ പ്രചോദിപ്പിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാ, അങ്ങയുടെ രാജ്യം വരണം. പോരെ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണം. പെർഫെക്റ്റ് സന്ദേശം അതിനകത്തുള്ളത്. നമ്മുടെ സകല ആത്മീയ കാര്യങ്ങളും അതിനകത്തുണ്ട്. സകല ആത്മീയ കാര്യം, അങ്ങയുടെ രാജ്യം വരണം ഇവിടെ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ ഇവിടെ വരണം. ഇവിടെ വരണം എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന എന്നിൽ ആദ്യം വരണം. അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ വരും. അതിനുശേഷം നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ, അങ്ങനെ സഭ മുഴുവൻ അങ്ങനെ വരുന്നത്. ആ രാജ്യം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറുമ്പോൾ ഞാൻ സമ്പൂർണനായി മാറി, ഞാൻ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറുമ്പോൾ പിന്നെ എന്നിൽ അസമാധാനം ഇല്ല, എനിക്ക് ഒന്നിൻ്റെയും കുറവില്ല, എനിക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? അങ്ങയുടെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. മനുഷ്യന്റെ ഇപ്പോഴനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം, അവൻ ഈ നെട്ടോട്ട് ഓടുന്നതിൻ്റെ കാരണം, എല്ലാ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ ഇഷ്ടം അവനിൽ നടക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾ വർദ്ധിക്കും. എന്നിട്ട് എന്നാ ചെയ്യും? ഈ ക്ലേശങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നെട്ടോട്ട ഓടി കാണുന്ന ഭക്ത അഭ്യാസങ്ങളും സകല പ്രാർത്ഥനകളും ചൊല്ലിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ച ഉണ്ടാകും. പിതാപുത്ര ബന്ധത്തിൽ നീ വളരും. ദൈവരാജ്യം നിന്നിലൂടെ സംജാതമാകും. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. പോരെ? വേറെ എന്ത് പ്രാർത്ഥന ഇതിനോട് കിടപിടിക്കും? വേറെ ഏത് പ്രാർത്ഥനയുണ്ട്? അന്നന്ന് വേണ്ടി ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും ആവശ്യമുള്ളത് എന്തെല്ലാം ഉണ്ട്, അതെല്ലാം അതിനകത്തുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്നന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. കണ്ടോ, ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ചൊല്ലാൻ വേണ്ടി യേശു തന്നെ ഒരു ചെറിയ വ്യവസ്ഥയും കൂടെ വെച്ചു. നീ ക്ഷമിച്ചതുപോലെയാ നിനക്ക് ക്ഷമിച്ച് കിട്ടുന്നത്. കണ്ടോ, നീ ക്ഷമിക്കുന്നത് ഏതളവിലാണോ ആ അളവിലാണ് നിനക്ക് ക്ഷമിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് നിനക്ക് പൂർണ്ണമായിട്ടും ക്ഷമിച്ച് കിട്ടണമെങ്കിൽ നീയും പൂർണ്ണമായിട്ടും ക്ഷമിക്കണം. അല്ല, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ഇരുന്നിട്ട്, ക്ഷമിക്കാതെ ഞാൻ ഇരുന്നിട്ട് മറ്റ് എല്ലാ പാപങ്ങളും കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞാലും പാപമോചനം കിട്ടുകയില്ല. മനസ്സിലായോ? എന്താ കാരണം? എന്താ? ഞാൻ ക്ഷമിച്ചതുപോലെ മാത്രമേ ദൈവത്തിൽ നിന്നും എനിക്ക് ക്ഷമിച്ച് കിട്ടൂ. അങ്ങനെയാണ് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അർത്ഥം അറിഞ്ഞാണോ എന്ന് അറിയാൻ മേല, അർത്ഥം അറിയാതെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. യേശു അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. മനസ്സിലായോ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ.
എന്ന് പറഞ്ഞാൽ പ്രലോഭനം നമുക്കുണ്ടാകും. അതിൽ വീഴാതെ, അതിൽ അകപ്പെട്ടു പോകാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. വളരെ മനോഹരമായ, അർത്ഥവത്തായ, ആത്മീകത നിറഞ്ഞ, നമ്മുടെ ആന്തരിക ഭൗതിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ആബാപിതാവിൻ്റെ പ്രാർത്ഥന, യേശുവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയും, ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും വെറുതെ സമയം കിട്ടുമ്പോഴെല്ലാം അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയായാലും ഇത് നിങ്ങൾ ചൊല്ലി കൂട്ടുക. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഈ പ്രാർത്ഥന ദിവസവും നിങ്ങൾ ഈ കൊന്ത ചെല്ലുന്നത് പോലെ 10 വെച്ചൊന്ന് ചൊല്ലി നോക്കിക്കേ. 10 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുക. ഒരു രഹസ്യം പറഞ്ഞ 10 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വീണ്ടും 10 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ ചൊല്ലിക്കേ. എന്നിട്ടൊരു ത്രിത്വസ്തുതി ചൊല്ലുക. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ചൊല്ലുമ്പോൾ ദൈവരാജ്യം നമ്മൾ സംജാതമാകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് ആവശ്യമുള്ള, നിനക്കും നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ള സകല ആവശ്യങ്ങളും, ആഹാരത്തിൻ്റെ, ഉടുക്കാനിട്ടുള്ള എല്ലാ വകകളും നിനക്ക് ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പ്രലോഭനത്തിൽ നീ വീഴാതെ ഇരിക്കുവാനും നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടാനായിട്ടുള്ള കൃപയും നിനക്ക് ഈ പ്രാർത്ഥനയിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. ഇത് അന്യം നിന്ന് പോകരുത്. ഇതിന് അതിപ്രാധാന്യമായ വലിയൊരു വില സഭ ഇതിന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പോലും ഈ പ്രാർത്ഥനയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റുള്ളതെല്ലാം വ്യക്തിപരമായ വെളിപ്പാടുകളിലൂടെ ചൊല്ലാൻ വേണ്ടി കിട്ടിയ, കൊടുത്ത, നൽകപ്പെട്ട, അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാർ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനകളാണ്. അതിനൊക്കെ അതിൻ്റെതായ വിലകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. ഇതൊരു അത്ഭുത പ്രാർത്ഥനയാണ്. ഇത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും സ്നേഹിയുമായ സ്വർഗീയ പിതാവേ, സ്വർഗീയ അപ്പച്ച, അവിടുത്തെ മക്കളാണ് ഞങ്ങൾ. അങ്ങ് അപ്പാ എന്ന് വിളിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവേ. അങ്ങനെ ഈ വണ്ണം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യേശു തമ്പുരാൻ പഠിപ്പിച്ചല്ലോ കർത്താവേ. ആയതിനാൽ പിതാവ് പുത്ര ബന്ധത്തിൽ നിന്നുകൊണ്ട് ആ അപ്പനെന്ന ആ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ അങ്ങയോട് പ്രാർത്ഥിക്കാൻ പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മാവ് അബ്ബാ പിതാവേ എന്ന് നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ പ്രചോദിപ്പിക്കും, നിങ്ങളെ പഠിപ്പിക്കുമെന്നുള്ള റോമാക്കാർ ലേഖനത്തിൽ ഞങ്ങളിത് വായിക്കുന്നല്ലോ. പ്രിയ പരിശുദ്ധാത്മാവേ, ആ ബന്ധത്തിൽ വളർന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ഞങ്ങൾ സംഭവിക്കുവാൻ തക്ക വിധം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏൽപ്പിച്ചു കൊടുത്ത ആ സമർപ്പണം പോലെ ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. യേശുവേ, ഞങ്ങളെ വിശ്വാസത്താൽ ഉറപ്പിക്കണമേ. യേശുവേ, അങ്ങ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചതുപോലെ, അങ്ങയുടെ ശിഷ്യന്മാര് എപ്പോഴും പ്രാർത്ഥിച്ചതുപോലെ, പ്രാർത്ഥന വീരന്മാരായിട്ട് അവർ മാറിയതുപോലെ, പ്രാർത്ഥനയുടെ തീപ്പന്തങ്ങളായി ആദിമ ക്രൈസ്തവ സമൂഹത്തെ അപ്പസ്തോലന്മാർ നയിച്ചതുപോലെ ഞങ്ങളും തീപ്പന്തങ്ങളായി മാറുവാൻ ഞങ്ങളെ ഈ പ്രാർത്ഥനയുടെ വലിയ ആഴങ്ങളിലോട്ട് നയിക്കണമേ. ഇതിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ അനുഭവവേദ്യമാക്കി ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം ഒഴുകട്ടെ, എല്ലാ മക്കളുടെ മേലും ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ